പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് വ്യാകരണം പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? പുതിയൊരു ഭാഷ വശമാക്കുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ലോകമൊട്ടുക്കും നിരവധി പേർ പുതിയൊരു ഭാഷ സ്വായത്തമാക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ്. കൊച്ചുകുട്ടികൾ രണ്ടോ അതിലധികമോ ഭാഷകൾ ഒരേ സമയം തന്നെ അനായാസം വശമാക്കുന്നു. അതും വലിയ ശ്രമമൊന്നും ഇല്ലാതെ തന്നെ. അവർ കേവലം കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മുതിർന്നവർക്ക് മിക്കപ്പോഴും അത് അത്ര എളുപ്പമല്ല. നല്ല ശ്രമം ആവശ്യമാണ്. പുതിയ ഭാഷയുടെ അടിസ്ഥാന സംഗതികളും, അതായത് ഭാഷയുടെ വ്യാകരണ തത്വങ്ങളും ലളിതമായ കുറേ പദസമ്പത്തും പഠിച്ച ശേഷം ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുമായുള്ള സമ്പർക്കം ഭാഷയുടെ തനതായ സവിശേഷതകൾ ഒപ്പിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെ സങ്കീർണമായ വ്യാകരണ നിയമങ്ങളൊന്നും ഇംഗ്ലീഷിൽ ഇല്ല. മലയാളത്തിലോ മറ്റ് ഇന്ത്യൻ ഭാഷകളിലോ ഉള്ള അത്ര കഠിനമായ വ്യാകരണ നിയമങ്ങൾ ഇംഗ്ലീഷിലില്ല. അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാതെ നിയമങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഇല്ലാത്ത സങ്കീർണത അനുഭവപ്പെടുന്നത്. എന്താണ് വ്യാകരണമെന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഒരാൾ പറയുന്ന കാര്യത്തിലെ ആശയങ്ങൾ വളരെ വ്യക്തമാകാനും തെറ്റായ അർത്ഥങ്ങൾ വരാതിരിക്കാനും വേണ്ടിയാണ് വ്യാകരണ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരു വാചകത്തിലെ അർത്ഥവും ആശയവും ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഒരേ വാചകത്തിലെ വാക്കുകൾ പരസ്പരം ബന്ധപ്പെടുകയുമില്ല. ഭാവി കാലത്തിൽ പറയേണ്ടത് ഭൂതകാലത്തിൽ പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ നാളെ ചായ കുടിച്ചു എന്ന് പറഞ്ഞു കളയും. പറഞ്ഞു വച്ചതിലെ പൊരുത്തക്കേട് മനസ്സിലായാൽ തീർച്ചയായും നിങ്ങൾ പറയും, ഇംഗ്ലീഷ് വ്യാകരണം പഠിച്ചാലേ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയൂ. നിങ്ങളുടെ ലക്ഷ്യം പുതിയ ഭാഷയിൽ ചിന്തിക്കാൻ പഠിക്കുക എന്നതായിരിക്കണം. കാരണം മലയാളത്തിലും മറ്റ് പല ഇന്ത്യൻ ഭാഷകളിലും വാചക ഘടന കർത്താവ്, കർമ്മം, ക്രിയ എന്ന ക്രമത്തിലാണ്. എന്നാൽ ഇംഗ്ലീഷിൽ വാചക ഘടന കർത്താവ്, ക്രിയ, കർമ്മം എന്നാണ്. അതുകൊണ്ട് വെറുതെ നിങ്ങളുടെ മാതൃഭാഷയിൽ നിന്നും പദങ്ങളും പദപ്രയോഗങ്ങളും പരിഭാഷപ്പെടുത്തുക എന്നതായിരിക്കരുത്. അങ്ങനെയെങ്കിൽ മൺകൂനയിൽ അകപ്പെട്ട ഇരുമ്പ് തുണ്ടിന് കാന്തം പിടിച്ചെടുക്കുന്നത് പോലെ ഇംഗ്ലീഷ് വ്യാകരണം ഇംഗ്ലീഷിനെ പുറത്താക്കുന്നു. ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ തത്വങ്ങൾ എത്ര ലളിതമെന്നറിയാൻ ഇനി പറയുന്ന ഉദാഹരണങ്ങൾ എഴുതിയെടുക്കുക. ഉച്ചാരണം കൂടുതൽ ശ്രദ്ധിക്കുക. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാനകാലം, നടക്കുന്ന സംഭവം. 2. ഐ ലവ്ഡ് യു, ഞാൻ നിന്നെ സ്നേഹിച്ചു. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സാമാന്യ ഭൂതകാലം, നടന്ന സംഭവം. 3. ഐ വിൽ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, സാമാന്യ ഭാവികാലം, നടക്കാൻ പോകുന്ന സംഭവം. സാമാന്യ വർത്തമാനകാലം, സാമാന്യ ഭൂതകാലം, സാമാന്യ ഭാവികാലം എന്നിവയിലുള്ള 3 ചെറിയ വാചകങ്ങൾ.
വർത്തമാനകാലത്തിൽ ഒരു സാമാന്യ വിവരം പറയുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അല്പം കൂടി കാലദൈർഘ്യമുള്ളത് പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ പ്രയോഗങ്ങളും മാറുന്നു. അതെങ്ങനെയെന്ന് ഏതാനും അധ്യായങ്ങളിൽ അവയെ വിശദമാക്കാം. കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള കർത്തരിപ്രയോഗത്തിലും, അതായത് ആക്റ്റീവ് വോയിസിലും, കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള കർമ്മണി പ്രയോഗത്തിലും, അതായത് പാസീവ് വോയിസിലും, സന്ദർഭമനുസരിച്ച് ഇംഗ്ലീഷ് വ്യാകരണത്തിൽ പ്രയോഗങ്ങളും മാറുന്നു. അതെങ്ങനെയെന്ന് മനസ്സിലാക്കി കുറച്ച് പദസമ്പത്തും നേടിയാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ചിന്തിക്കാൻ മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങളെ പ്രാപ്തരാക്കും. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.